ഞാൻ ധാരാളം പ്രമേയ രോഗികൾക്ക് കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. എല്ലാം കഴിയുമ്പോൾ പൊതുവെ പലരും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, ഇത് കുടുംബത്തിൽ ഓടുന്നതാണോ? ഇതിൽ ജീനൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ ജീനെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറയാറുള്ളത്, വക്കീലിന്റെ മോൻ വക്കീലാവും, ഡോക്ടറുടെ മോൻ ഡോക്ടറാവും, മാഷിന്റെ മോൻ മാഷാവും എന്ന് പറഞ്ഞതുപോലെ പ്രമേയ രോഗിയുടെ മക്കൾ പ്രമേയ രോഗികളാവും. ഇതിന്റെ കാരണം ആ കുടുംബത്തിന്റെ സ്വഭാവമാണ്. ചിട്ടയായ ഭക്ഷണശീലം ഉണ്ടാവില്ല, അധ്വാനങ്ങൾ ഉണ്ടാവില്ല, വ്യായാമങ്ങൾ ഉണ്ടാവില്ല. അച്ഛൻ കാണിക്കുന്ന അമ്മ കാണിക്കുന്ന മക്കൾ വളരും, അതേപോലെ പോയിക്കൊണ്ടിരിക്കും. ഇനി കുടുംബത്തിൽ ഓടുന്ന ആയിക്കോട്ടെ, കുടുംബത്തിൽ ഓടാതെ അല്ലാതെ വന്നതായിക്കോട്ടെ, ഇനി അച്ഛനമ്മനെ മാറ്റാൻ പറ്റില്ലല്ലോ. സോ അച്ഛനമ്മയെന്നും കിട്ടിയെന്നും പറഞ്ഞ് നമ്മൾ കരിഞ്ഞു പിഴിഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിനു പകരം നമ്മുടെ കയ്യിലിരിപ്പ് മോശമായി, ജീവിതശൈലി താളം തെറ്റി, രോഗങ്ങൾ വന്നു. ഇനി നമ്മുടെ കയ്യിലിരിപ്പ് നന്നാക്കാം, ജീവിതശൈലി ചിട്ടപ്പെടുത്താം. അല്ലാതെ ഇനി അച്ഛനമ്മനെ മാറ്റി കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നോക്കാം. നമ്മുടെ കാലും കണ്ണും കിഡ്നിയും പോലെ നമ്മൾ നോക്കാം. നമ്മുടെ രോഗത്തിന്റെ കടുപ്പം കുറക്കാനും മരുന്നുകൾ കുറക്കാനും നമ്മൾ ചിന്തിക്കാത്തതിനെ കുറിച്ച് വേണ്ട കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ലൈഫിൽ അത് പ്രാക്ടിക്കലാക്കുക. അതാണ് വേണ്ടത്.